ഈ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ എന്നെ ഏറ്റവും അധികം അത്ഭുതപ്പെടുത്തിയത് കേരളത്തിന്റെ എക്സൈസ് വകുപ്പിന്റെ കൂടി ചുമതലയുള്ള ശ്രീ MP രാജേഷിന്റെ പ്രസംഗമായിരുന്നു, മറുപടി പ്രസംഗമായിരുന്നു. ഋഷിരാജ് സിംഗ് എന്ന് പറയുന്ന മുൻ എക്സൈസ് ഇൻസ്പെക്ടർ ആയിരുന്ന ഉദ്യോഗസ്ഥൻ, അദ്ദേഹം എഴുതിയിരുന്ന ഒരു ലേഖനം ഉണ്ടായിരുന്നു ഈ അടുത്ത കാലത്തായിട്ട്. അതെ, പക്ഷെ അത് ഇവിടെ പറയാൻ കാര്യം 8 വയസ്സിനും 15 വയസ്സിനും ഇടയിൽ പ്രായമുള്ള 70% വരുന്ന കുട്ടികൾ ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമയാണ് എന്ന ഞെട്ടിക്കുന്ന റിപ്പോർട്ട് കേരളത്തിലെ എക്സൈസ് വകുപ്പിന്റെ കയ്യിലുണ്ട് എന്ന് അദ്ദേഹം ഒരു ലേഖനത്തിൽ പറഞ്ഞിരുന്നു. എല്ലാം ഇയാൾക്കറിയാം, ശരിയല്ലടോ? അതെ അതെ, ശരിയാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ വേണം നമ്മൾ കേരളത്തിലെ ലഹരി കടത്തുമായിട്ട് ബന്ധപ്പെട്ട മുഴുവൻ വിഷയങ്ങളെയും സമഗ്രമായി അപഗ്രഥിക്കുവാനായിട്ട്. ഒരു നാട് ഭരിക്കാൻ വലിയ കഴിവൊന്നും വേണ്ട, പക്ഷെ ഒരു നാട് മുടിക്കാൻ കഴിവ് വേണം. ഇന്ന് MP രാജേഷ് നടത്തിയ പ്രസ്താവനകളിൽ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന്, ഈ ലഹരിക്കടത്ത് കേസുമായിട്ട് ബന്ധപ്പെട്ട് കുറ്റാരോപിതനായിരിക്കുന്ന ഷാനവാസ്, അദ്ദേഹത്തെ ഉപമിച്ചിരിക്കുന്നത് ഓമനക്കുട്ടൻ എന്ന് പറയുന്ന ഒരു സഖാവിന്റെ നിഷ്കളങ്കതയുമായിട്ടാണ്. കേരളത്തിന്റെ എക്സൈസ് മന്ത്രിയോട് എനിക്ക് പറയാനായിട്ടുള്ളത്, സംസ്ഥാന സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ കയ്യിൽ ഒരു റിപ്പോർട്ട് ഇരിപ്പുണ്ട്. ആ റിപ്പോർട്ടിനകത്തെ അവസാന പാരഗ്രാഫിനകത്ത് കൊടുത്തിരിക്കുന്ന ഒരു വിവരമുണ്ട്. ഇവൻ നമ്മക്ക് പണിയുണ്ടാക്കുമെന്നാണ് തോന്നണേ. ഒരു പൊതുപ്രവർത്തകൻ ഉണ്ടാകേണ്ട ധാർമ്മികതയോ മൂല്യങ്ങളോ കാത്തുസൂക്ഷിക്കാതെ ക്രിമിനൽ കൊട്ടേഷൻ സംഘങ്ങളുമായും ലഹരി മാഫിയകളുമായും അവിശുദ്ധ ബന്ധമുള്ളതായും ഈ പ്രവൃത്തിയിലൂടെ ലഭിക്കുന്ന പണം TN ബിനാമി ഇടപാടുകൾക്ക് ഉപയോഗിക്കുന്നതുമായും അറിയുന്നു. അങ്ങനെ നിങ്ങൾ ജീവിക്കാൻ ഞങ്ങൾ സമ്മതിക്കൂല. സമ്മതിക്കോ? ഇല്ല. CPM കൗൺസിലറും ആലപ്പുഴ മുനിസിപ്പൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ ഷാനവാസിനെതിരെ ശക്തമായ നടപടി സ്വീകരിച്ചില്ല എങ്കിൽ വരും ദിവസങ്ങളിൽ പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾക്ക് വിവിധ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുവാനും അതുവഴി സർക്കാരിന് അവമതിപ്പ് ഉളവാക്കുവാനും സാധിക്കുന്നതായി അറിയിക്കുന്നു. പഠിക്കൂ. മരിച്ചെന്ന് കരുതിയിടത്തുനിന്നും ഉയർത്തെഴുന്നേറ്റവനാണ് ഞാൻ. ഒരു മരക്കോല് കാണിച്ചത് ഭയപ്പെടുത്താൻ നോക്കാം. ഇത് കൊടുത്തിരിക്കുന്നത് സംസ്ഥാന സ്പെഷ്യൽ ബ്രാഞ്ചാണ്. ഇങ്ങനെ ഒരു റിപ്പോർട്ട് കേരള ഗവൺമെന്റിന്റെ കൈവശം ഇരിക്കുന്ന വ്യക്തിയെ പറ്റി, അതായത് കൃത്യമായി പറഞ്ഞിരിക്കുന്നു, കൊട്ടേഷൻ സംഘം, ക്രിമിനൽ സംഘം, ലഹരി മാഫിയകൾ, ബിനാമി ഇടപാട്, നമുക്ക് പ്രാണവേദന മകക്ക് വീണവായന എന്ന് പറഞ്ഞ മാതിരി നടത്തിയിരിക്കുന്ന ഒരു വ്യക്തിയുമായിട്ടാണ് മറ്റൊരു സഖാവിനെ ഉപമിച്ചിരിക്കുന്നതെന്ന് പറയുമ്പോൾ എത്ര നിരുത്തരവാദിത്തപരമാണ്. എനിക്ക് മനസ്സിലാകാത്തത് ശ്രീ MP രാജേഷ് അദ്ദേഹത്തിന്റെ മറുപടി പ്രസംഗത്തിലൊക്കെ ഇത്രയും ന്യായീകരിക്കാൻ ഈ ഷാനവാസ് ആരാണ്? ഏതായാലും കള്ളി വെളിച്ചത്തായി, ഇനി എന്തിനാ സുഖി ഒളിച്ചുകളി ഉള്ള കാര്യം തുറന്നു പറഞ്ഞാട്ടെ. CPMന്റെ ഏരിയ കമ്മിറ്റി തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു കേവല നേതാവോ അല്ലെങ്കിൽ CPMന്റെ നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്ന വളരെ താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്ന ഒരു ഘടകത്തിൽ മാത്രമുള്ള ഒരു നേതാവിന് വേണ്ടിയിട്ട് MP രാജേഷിനെ പോലെ ക്രെഡിബിലിറ്റി ഉള്ള ഒരു നേതാവ് അദ്ദേഹത്തിന്റെ ഇമേജിനെ ഡാമേജ് ചെയ്തുകൊണ്ട് മറുപടി പറയണമെങ്കിൽ ഇതിനകത്ത് വൻ മത്സ്യങ്ങൾ ഇല്ലേ നിഷ? ഇനി രണ്ടാമത് MP രാജേഷ്, അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ആകെ പോയ അല്ല, ഞാൻ പറഞ്ഞത് താങ്കൾ കേട്ടില്ല എന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞത് നീതി എല്ലാവർക്കും ഒരുപോലെ. പക്ഷേ MP രാജേഷിനെ പോലെ കേരളത്തിന്റെ എക്സൈസ് മന്ത്രി, അദ്ദേഹം വ്യക്തിപരമായ ഒരു ക്രെഡിബിലിറ്റി ഉള്ള നേതാവാണല്ലോ. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട, ഇത്രയൊക്കെ വരുത്തി വെച്ചിട്ട് എന്റെ നാവിൽ നല്ല തെറി പോലും വരുന്നില്ലല്ലോ ഈശ്വര. ആ ആള് ഒരു ഏരിയ കമ്മിറ്റി തലത്തിലുള്ള ഒരു നേതാവിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ ഇമേജ് കളയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അപ്പൊ സംരക്ഷിക്കാനുള്ളത് വൻ മത്സ്യങ്ങളെയാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. അത് നീതിയും അനീതിയുമായിട്ടൊന്നും അതിന് യാതൊരു വിധമായ ബന്ധവുമില്ല. രണ്ടാമതായിട്ട് CPM പറയുന്ന ഈ MP രാജേഷ് എന്ന് പറഞ്ഞൊരു വിഷയം, അതായത് മണിച്ചന്റെ പേര് കേൾക്കുമ്പോൾ ഇപ്പൊ CPMന് വല്ലാതെ അങ്ങ് പൊള്ളുകയാണ് നിഷ. എങ്ങനെയാ തടി ഊരാൻ പറ്റാന്ന് ഞാനൊന്ന് ചിന്തിക്കാം. താങ്കളുടെ ഇൻട്രോ കാർഡിനകത്ത് തന്നെയുള്ള ചോദ്യം എന്താ? മുഖ്യമന്ത്രി എന്താ ചൂടാകുന്നത്? ബ്ലഡ് പ്രഷർ വെറുതെ കയറുന്നതല്ല. ഈ പിണറായി വിജയൻ കേരളത്തിന്റെ പാർട്ടിയുടെ സെക്രട്ടറി അധികാരത്തിലിരിക്കുന്ന നാളുകളിലാണ് മണിച്ചൻ എന്ന് പറയുന്ന വ്യാജ ചാരായം വിറ്റ് കാശുണ്ടാക്കിയ ഒരു അബ്കാലി മുതലാളി എഴുന്നേറ്റ് വരുന്നത്. ഇന്ന് MP രാജേഷ് പ്രസംഗിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് പോയ പ്രസംഗം എന്ന് പറയാനുള്ള കാര്യം അദ്ദേഹം പറയുകയാണ്, മണിച്ചൻ തടിച്ചു കൊഴിച്ചു വളർന്നത് നിങ്ങളുടെ സർക്കാരിന്റെ കാലഘട്ടത്തിലാണ്. ഞങ്ങളുടെ സർക്കാരാണ് മണിച്ചനെ പിടിച്ചകത്തിട്ടത്. MP രാജേഷിന്റെ പ്രസംഗമാ. താങ്കൾക്ക് ഒന്ന് പരിശോധിക്കാം. ഇവിടുത്തെ ഒരൊറ്റ രോമം പറിക്കാൻ അയാളെ കൊണ്ട് പറ്റുമോ? കണ്ടിട്ട് അയാൾ മൂടോടെ പറിക്കുന്ന ലക്ഷണ. ഈ MP രാജേഷോട് പറയാനായിട്ടുള്ളത്, ഈ മണിച്ചൻ എന്ന് പറയുന്ന CPM തന്നെ സൃഷ്ടിച്ച മദ്യമാഫിയുടെ രാജാവ് എന്ന് ബെർലിൻ കുഞ്ഞനന്ദൻ നായർ എന്ന നിങ്ങളുടെ പഴയകാല സഹയാത്രികൻ പറഞ്ഞിരിക്കുന്ന മണിച്ചൻ ആരും അറിയത്തില്ല.
ഇനിയിപ്പോ എന്തറിയാനാ, ഇപ്പോഴേ അറിഞ്ഞു കാണുമല്ലോ. ആ മണിച്ചൻ തഴച്ചു വളരുന്നത് 96-ന് ശേഷമാ. AK ആന്റണിയുടെ സർക്കാരിന്റെ കാലഘട്ടത്തിൽ ചാരായ നിരോധനം ഏർപ്പെടുത്തിയതിനു ശേഷം വ്യാജ വാറ്റ് സ്പിരിറ്റ് കച്ചവടത്തിലൂടെ തടിച്ചു കൊടുത്തു വളർന്നത് മണിച്ചൻ ഏത് മുഖ്യമന്ത്രി ആയിരിക്കുന്ന കാലഘട്ടത്തിലാണ്? EK നായനാരാ മുഖ്യമന്ത്രി. ഈ മണിച്ചനുമായി ബന്ധപ്പെട്ട് ആരോപണങ്ങൾ ഉയർന്നു വന്നിരിക്കുന്ന ആളുകൾ CPM നടപടിയെടുത്തിട്ടില്ലേ മണിച്ചന്റെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട്? നിങ്ങൾ അകത്തിട്ടു എന്ന് പറയുന്നു. മണിച്ചനെ ഏത് കേസിനകത്ത് അകത്തിട്ടത്? ഇതൊരു നടക്ക് പോണ മാതിരില്ല. ഏതെങ്കിലും പ്രിവെന്റീവ് അറസ്റ്റ് ആണോ നിങ്ങൾ നടത്തിയത്? അല്ല. കല്ലുവാതിക്കൽ വ്യാജമദ്യ ദുരന്തം, ആ വ്യാജമദ്യ ദുരന്തം ഉണ്ടാകുന്ന 2000 ഒക്ടോബർ മാസം 21-ാം തീയതി വ്യാജമദ്യ ദുരന്തം ഉണ്ടാകുന്നതിന്റെ പേരിലാണ് മണിച്ചനെ നിങ്ങൾ പിടിച്ചകത്തിടുന്നത്. അത് ശരി. അകത്തിടാതിരിക്കുവാൻ നിങ്ങൾക്ക് കഴിയുമായിരുന്നോ? 31 മനുഷ്യന്മാരുടെ ജീവൻ എടുത്ത, 6 മനുഷ്യന്മാരുടെ കാഴ്ചശക്തി പൂർണ്ണമായി ഇല്ലാതാക്കിയ, 500ഓളം മനുഷ്യന്മാർക്ക് ചികിത്സ തേടേണ്ടി വന്ന വ്യാജമദ്യ ദുരന്തത്തിനകത്തെ കേസിനകത്തെ മുഖ്യപ്രതിയെ നിങ്ങൾക്ക് സംരക്ഷിക്കുവാൻ കഴിയാത്തത് കൊണ്ട് മാത്രമാണ് സർ. എന്നെ സംശയിക്കരുത്. നിങ്ങൾക്ക് അയാളെ പിടിച്ചകത്തിടേണ്ടി വന്നത്. ഇനി ഈ മണിച്ചനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ ഈ പിണറായി വിജയൻ, അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് പാർട്ടിയുടെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ നടപ്പിലാക്കിയ ഒരു വിഷയമുണ്ട്. ഈ 2022-ാം ആണ്ട് വലിയ തെറ്റായി പോയെന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നു. ഇപ്പൊ തോന്നിയിട്ടുണ്ട് ഫലം. നമ്മളെല്ലാവരും ഭാരത സ്വാതന്ത്ര്യത്തിന്റെ 75-ാം വാർഷികം ആഘോഷിച്ചപ്പോ ഈ സംസ്ഥാന സർക്കാർ മുൻകൈ എടുത്ത ഭാരതത്തിന്റെ 75-ാമത് സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ട് ജയിൽ മോചിതരാക്കേണ്ടുന്ന ആളുകളുടെ പട്ടികയ്ക്കകത്ത് മണിച്ചൻ എങ്ങനെയാണ് കടന്നു വന്നത്? അപ്പൊ ഇതിനകത്ത് എന്തോ ചുറ്റിക്കളി ഉണ്ടല്ലോ. എന്ത് ചുറ്റിക്കളി? ഒരു ചുറ്റിക്കളി ഇല്ലല്ലേ? ശരി. മണിച്ചൻ ഈ നാട്ടിലെ ഏതെങ്കിലും ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്തതിന്റെ പേരിലാണോ അകത്തായത്? അല്ലല്ലോ. നാട്ടുകാരുടെ ഭാഗ്യദോഷം അല്ലാതെ എന്ത് പറയാനാ? അല്ലേ സാറേ? ഇനി ഞാനൊന്ന് ബാക്കി പറയട്ടെ. ഈ മണിച്ചന്റെ കേസിലേക്ക് തന്നെ തിരിച്ചു വരാം. ഈ മണിച്ചന്റെ കേസിനകത്ത് തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി MB രാജേഷ് എഴുന്നേറ്റ് എന്നിട്ട് പറയുകയാണല്ലോ മണിച്ചന്റെ കേസിനകത്ത് പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന് ഇൻവോൾവ്മെന്റ് ഉണ്ട് എന്ന് പറയുന്നത് CPM അല്ലെന്ന്. ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് മോഹൻകുമാർ കമ്മീഷൻ എന്ന് പറയുന്ന കമ്മീഷനകത്ത് ഒരു CPM-ന്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി സത്യനേശം മൊഴി കൊടുത്തിരിക്കുക. ഈ മണിച്ചന്റെ കയ്യിൽ നിന്ന് 4,27,000 രൂപ കൈപ്പറ്റി. എവിടെയെങ്കിലും കേട്ടുണ്ടോ? അതിന്റെ പേരിൽ പിന്നീട് അന്വേഷണം നടത്തി സത്യനേശനെ പുറത്താക്കേണ്ടി വന്നില്ലേ CPM-ന്? ഇനി നിൽക്കേണ്ട വലിയ ഭാർഗവി തങ്കപ്പൻ എന്ന് പറയുന്ന CPI-യുടെ നേതാവ് MLA, അവർ 2,90,000 രൂപ കൈപ്പറ്റി. ആരോപണമല്ലേ? മണിച്ചന്റെ ഡയറിയിലുള്ളതല്ലേ? അവർ സമ്മതിച്ചതല്ലേ? അയ്യേ, വൃത്തികെട്ട ഏർപ്പാട്. ഇനി കടകംപള്ളി സുരേന്ദ്രൻ മുൻ മന്ത്രി, അദ്ദേഹം 50,000 രൂപ കൈപ്പറ്റി. ഇനി ഏറ്റവും ഗുരുതരമായ മറ്റൊരു ആരോപണം മണിച്ചന്റെ ഭാര്യ ഉന്നയിച്ചിരുന്നു. എന്താണെന്ന് അറിയാമോ? ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. ഇന്ന് മുഖ്യമന്ത്രിയുടെ പിണറായി വിജയൻ, അതുകൊണ്ടാണ് പൊള്ളു എന്ന് ഞാൻ പറഞ്ഞത്. പിണറായി വിജയന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇരിക്കുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി, അന്ന് EK നായനാരുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ P ശശി 25 ലക്ഷം രൂപ മണിച്ചനിൽ നിന്ന് ആവശ്യപ്പെട്ടു പണം വാങ്ങിയെന്ന് മണിച്ചന്റെ ഭാര്യ, മണിച്ചൻ എന്ന് പറയുന്നത് CPM സഹയാത്രികന, ആ മണിച്ചന്റെ ഭാര്യ തന്നെ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. മനുഷ്യനെ കുറച്ചൊക്കെ ഇതൊക്കെ വേണം, സപ്പോസ് എന്തെങ്കിലുമൊക്കെ വേണം. അപ്പൊ ഇതുപോലെയുള്ള വിഷയങ്ങൾ പറയുമ്പോഴാണ് നിങ്ങൾക്ക് പൊള്ളുന്നതെന്ന് മാത്രമാണ് സൂചിപ്പിക്കാനായിട്ടുള്ളത്. നീ നോക്കിക്കോളാ, ഇനി ഒരു നിമിഷം ഞാൻ ഇവിടെ നിൽക്കത്തില്ല. ആദ്യം വ്യക്തി നന്നാവണം, എങ്കിലേ കുടുംബം നന്നാവൂ. കുടുംബം നന്നായ സമൂഹം നന്നാവൂ. സമൂഹം നന്നായ രാജ്യം നന്നായി. രാജ്യം നന്നായ ലോകം നന്നാവും. ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. ചുവന്ന സ്വിച്ച് അമർത്തി. താങ്ക് യു. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഇതൊക്കെ എന്ത് ഉപകാരം. അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ? ശരി.